നിന്റെ ബ്രസ്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ മനഃപൂർവ്വം കൊണ്ടിടിച്ചതാണെന്ന് ഞാൻ പറയും. ഇതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കാണുമ്പോൾ എനിക്കതിന് വീണ്ടും റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്കറിയാം, ദീപക് എന്ന് പറയുന്ന 38 വയസ്സുള്ള ഒരു യുവാവ് സൂയിസൈഡ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഷിംജിത എന്ന് പറയുന്ന യുവതി അവളുടെ അക്കൗണ്ടിൽ അദ്ദേഹം സ്ത്രീകളുടെ മേലിൽ സെക്ഷൽ അബ്യൂസ് നടത്തുന്നു എന്ന് പറഞ്ഞുള്ള വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഷിംജിതയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. അക്കൗണ്ട് പ്രൈവറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ അവളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തു. പക്ഷെ അത് കാണുമ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ. അതിനകത്ത് അവൾ പറയുന്നുണ്ട്, ബസ്സിൽ കയറിയപ്പോൾ ഇദ്ദേഹം ഫ്രണ്ടിൽ നിന്ന് ഒരു പെൺകുട്ടീനെ സെക്ഷലി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇവളുടെ കണ്ണിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവളുടെ വീഡിയോ, സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ഫോട്ടോഷൂട്ട് നടത്തുമോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കാണിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. ദീപക് എന്ന് പറയുന്നതും ഷിംജിത എന്ന് പറയുന്നതും തമ്മിൽ ബസ്സിനകത്ത് യാതൊരു സെക്ഷൽ കണക്ഷൻസ് ഒന്നും ആ വീഡിയോസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ ഫ്രണ്ട് ഡോറിൽ കൂടെ ഇറങ്ങാതെ പുരുഷന്മാരിരിക്കുന്ന സൈഡിൽ കൂടെ പോകുന്ന ആ ഒരു എൻട്രൻസിൽ കൂടെയാണ് ഇവൾ ഇറങ്ങുന്നത്. നമുക്ക് അവളുടെ ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അവൾ മാത്രമാണ് ആ പുരുഷന്മാരുടെ ഇടയിൽ നിന്നും ആ വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇവള് മാത്രം വീഡിയോ പിടിച്ചു വെച്ച് ആ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം പുള്ളിയുടെ കയ്യിൽ ബാഗും അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. പുള്ളി അതും എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ബ്രസ്റ്റ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾക്കത് കാണാൻ തോന്നുന്നത്. അത് സ്ലീപ്പർ ബസ് ആണെങ്കിൽ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഫുള്ള് കിടന്ന് ഉരുളുകയായിരിക്കും ചെയ്യുക. ഈ വായു കുളിക്കാൻ മേടിക്കാൻ പോകുന്ന പ്രൈവറ്റ് ബസ്സിനകത്തെ കഥ നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. നായന്റെ മുകളിൽ വിളിച്ച് അവളെ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു നായായിട്ട് പോലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു ജന്തുവാണ് അവൾ. കാരണം നായ എന്ന് പറയുന്നത് നമ്മൾ നല്ല ആഹാരം കൊടുത്ത് ഇരട്ടി സ്നേഹം തരുന്ന ഒരു മൃഗമാണ് നായ എന്ന് പറയുന്നത്. അവളെ അവളുടെ പേര് വിളിച്ച് തന്നെ വേണം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നു പറഞ്ഞ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവൾക്ക് 9K പോസ്റ്റ് ചെയ്തതിന് ശേഷം 11K ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു 9K ഉള്ള സമയത്തായിരിക്കും ഇവൾ ഈ ബസ്സിലെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവളെ ആ ഒരു വീഡിയോ നിജസ്ഥിതി അറിയാതെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ അവളെ ഫോളോ ചെയ്തിട്ടുണ്ടാവാം. മരിക്കാൻ കാരണക്കാരിയായവളാണ് ഇതെന്ന് അറിഞ്ഞപ്പോഴത്തേന് പിന്നെ ആരും ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. ദൈവത്തെ ഓർത്ത് അവളെ ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ അൺഫോളോ ചെയ്ത് കളയാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കേസോ നിയമ ശിക്ഷയോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെളിവുകൾ വേണം. കാരണം അയാൾ എന്തെങ്കിലും റെക്കോർഡിക്കൽ എഴുതി വെക്കുവോ, ഞാൻ മരിക്കാൻ കാരണക്കാരി ഇന്ന ആളാണെന്ന് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിയമത്തിന്റെ പുറകെ പോയിട്ട് കാര്യമുള്ളൂ. അവൾ പറയാം, ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ദേഹത്തെ ടച്ച് ചെയ്യാൻ പാടില്ലെന്ന്. നീ അയാളുടെ കൺസെന്റ് ഇല്ലാതല്ലേ നീ അയാളുടെ വീഡിയോ എടുത്തത്? നീ അല്ലേ ബസിന്റെ ബാക്ക് ഡോറിൽ കൂടെ ചെന്ന് അയാളുടെ ദേഹത്തേക്ക് ബ്രസ്റ്റ് ഇട്ട് ഒരച്ചത്? അപ്പൊ എന്ത് കൺസെന്റ് ആണ് വേണ്ടത് നിനക്ക്? പക്ഷെ അതൊക്കെ നിന്റെ തോന്നലാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കൊക്കെ കാണുന്നൊക്കെ മഞ്ഞയായിരിക്കും. മനസ്സിലായി? നിന്റെ മനസ്സിൽ ഇങ്ങനെ തോട്ട് കിടക്കുകയാണ്. അപ്പൊ അയാൾ നോക്കിയപ്പോഴും അയാൾ ചിലപ്പോൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്നൊന്നും അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.